ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴവും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒട്ടും ഓയിലൊന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം അതിലേക്കുള്ള ഒരു ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഫില്ലിങ്സാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരക്കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ ശർക്കര നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. ശർക്കര എല്ലാം നന്നായിട്ട് ഇനി ഇവിടെ മെൽറ്റായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കല്ലുള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ട് അരിച്ചെടുക്കുന്നില്ല. ഇനി അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ്. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ശർക്കര പാനിയിൽ തേങ്ങയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് വരണം. അതുവരെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ശർക്കര പാനിയെല്ലാം ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിവിടെ ശർക്കരയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയമാകുമ്പോൾ നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് നമുക്ക് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പഴമാണെങ്കിൽ 3 വരെ എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതിവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഫുള്ളായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഴം ഫുള്ളായിട്ടും ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ്. 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പഴത്തിൻ്റെയൊക്കെ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലെടുക്കുമ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം എടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് അരച്ചിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി അരച്ചെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതുപോലുള്ള ഒരു സോസ് പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിൻ്റെ അടിയിലായിട്ട് ഒരു പഴയ ഏതെങ്കിലും ഒരു പാൻ വെച്ചതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. എന്നിട്ട് വേണം നമ്മൾ റെഡിയാക്കുന്ന പാൻ അതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്നും നേർപകുതി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ പകുതി ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സെറ്റ് ആവാനായിട്ട് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗമെല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് സൈഡിലോട്ടാകാതെ ഇതുപോലെ വേണം ഒന്ന് വെച്ച് കൊടുക്കാനായിട്ട്. ഫില്ലിങ്സ് ഫുള്ളായിട്ടും വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ബാറ്ററും കൂടെ അതിൻ്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇനി ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് മുതൽ ഒരു 25 മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം.
ഇതിൻ്റെ അടപ്പിൽ ഹോൾ ഉണ്ടെങ്കിൽ ഒരു പേപ്പർ എന്തെങ്കിലും കൊണ്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിപ്പോൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറുവശവും കൂടെ ഒന്ന് കുക്കാക്കി എടുക്കണം. അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ അടിയിലായിട്ട് പഴയ പാൻ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് തന്നെ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മറുവശവും കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒട്ടും കരിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല സോഫ്റ്റുമായിട്ടുള്ള പലഹാരമാണ്. വളരെ ഈസി ആയിട്ട് തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.